ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ റിസൾട്ട് നിങ്ങളെ പിന്നാലെ വരും. നിങ്ങളുടെ ലക്ഷ്യം ഫാറ്റ് ലോസ് ആയിക്കോട്ടെ, മസിൽ ഗെയിൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഫിറ്റ്നസ്സിനെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ കണ്ടാൽ മതി. ഇന്നലെ നിങ്ങൾ വർക്കൗട്ട് ചെയ്തപ്പോൾ ഏത് മസിലിനെ വർക്കൗട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾ കറക്റ്റ് പറഞ്ഞുതരും. എന്നാൽ ഞങ്ങളോട് ചോദിക്കുകയാണ്, ഇന്നലെ നിങ്ങൾ ഏതൊക്കെയാണ് വർക്കൗട്ട് ചെയ്തത്, ഓരോ വർക്കൗട്ട് നിങ്ങൾ എത്ര സെറ്റാണ് ചെയ്തത്, ഓരോ സെറ്റിലും നിങ്ങൾ എത്ര kg വെയിറ്റ് യൂസ് ചെയ്തിട്ട് എത്ര റിപ്പീറ്റേഷനാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെടുത്ത് തരാൻ കറക്റ്റ് ഒരു കണക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങളിപ്പോഴും സീരിയസ് ആയിട്ടില്ല. നിങ്ങൾ ഗോൾ അച്ചീവ് ചെയ്യാൻ ഇനി ഒരുപാട് കാലം എഫേർട്ട് എടുക്കേണ്ടി വരും. ഞങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം, അതൊന്ന് ചെയ്ത് നോക്കി. നിങ്ങളെ റിസൾട്ടിലും നല്ല മാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നിങ്ങൾ വർക്കൗട്ട് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ആദ്യം പ്ലേ സ്റ്റോറോ ആപ്പ് സ്റ്റോറോ ഓപ്പൺ ചെയ്തിട്ട് അതിന് ഗൂഗിൾ ഷീറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ആക്കുക, ഇന്നത്തെ ഡേറ്റ് കൊടുക്കുക. ഡേറ്റിൻ്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾ ഏത് മസിലിനാണോ വർക്കൗട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതും കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴത്ത് വർക്കൗട്ട് നമ്പർ 1 നിങ്ങൾ ആദ്യം ചെയ്യണ വർക്കൗട്ടിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴത്ത് സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3 നിങ്ങൾ എത്ര സെറ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതും ടൈപ്പ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ വർക്കൗട്ട് തുടങ്ങണം. വർക്കൗട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ എത്ര kg വെയിറ്റ് ഇട്ടിട്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ ആ വെയിറ്റും സെറ്റിൻ്റെ തൊട്ടപ്പുറത്ത് എഴുതി വെക്കാം. എന്നിട്ട് നിങ്ങൾ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ എത്ര റിപ്പീറ്റേഷൻ ചെയ്തു എന്നുള്ളതും അതിൽ എഴുതി വെക്കാം. അങ്ങനെ ഓരോ സെറ്റിൻ്റെ നേരെ എഴുതി വെക്കുക. ഓരോ വർക്കൗട്ടിനും ഇതേപോലെ ചെയ്യാം. എന്നിട്ട് അടുത്ത പ്രാവശ്യങ്ങൾ ഈ സെയിം മസിലിന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇതൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ചെയ്തതിനേക്കാൾ കൂടുതൽ റിപ്പീറ്റേഷനും അതിലേറെ വെയിറ്റ് ഇടാനുള്ളൊരു വാഷിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തിലേറെ നിങ്ങൾ പെർഫോമൻസ് അടിപൊളിയാവും. നിങ്ങൾ വർക്കൗട്ട് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ വർക്കൗട്ട് വോളിയം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ റിസൾട്ട് നിങ്ങളെ പിന്നാലെ വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.